ഹായ്. അപ്പോൾ ഞാൻ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഇന്നലെയാണ് കണ്ടത്. നിങ്ങൾക്കറിയാലോ ആ സിനിമ മാർക്കോടൊപ്പം ഇറങ്ങിയൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മാർക്കോടൊപ്പം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതേൻ്റെ ഡബിൾ ചിലപ്പോൾ കിട്ടിപ്പോയേനെ. കാര്യം ആ സിനിമയുടെ ഒരു പ്രമേയം അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പം സമകാലീന സിനിമാ പ്രേക്ഷകരെ ഒത്തിരി ത്രസിപ്പിക്കുന്ന ഒരു സിനിമയാണ്. എനിക്കത് ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. സിനിമ OTTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കണ്ട ഒത്തിരി സിനിമകൾ ഇതേ മോഡൽ സിനിമകൾ വരുന്നുണ്ട്. എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് ഈ സിനിമ. ഈ സിനിമയുടെ അറിയാമല്ലോ, ഈ സിനിമ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലി, ആ ഫാമിലിയിൽ ആ ക്ലബിൻ മെമ്പേഴ്സിൻ്റെ എല്ലാം പക്ക കാസ്റ്റിംഗ് ആണ്. അതിൽ ആരെയും മാറ്റാനില്ല. എല്ലാം എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സിൻ്റെ അയ്യരുകളിയാണ്. ആ ക്യാരക്ടേഴ്സിൻ്റെ അയ്യരുകളി പോലെ തന്നെ അതിനകത്ത് വരുന്ന ഓരോ ഫ്രെയിമും ഓരോ സെക്കൻഡും ഓരോ ചലനങ്ങളും ഓരോ ഡയലോഗും എല്ലാം കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. എനിക്കറിയില്ല, ഞാൻ ഇത്രയും ഈ ഷോർട്ട് സ്പാൻ ഓഫ് സെക്കൻഡിൽ ഈ ചെറിയ സമയങ്ങളിലുള്ളിൽ ഇത്രയും ആറ്റിറ്റ്യൂഡ് നിറഞ്ഞ ക്യാരക്ടേഴ്സിനെ ഇത്ര രസകരമായിട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത്. സത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ആ ക്യാരക്ടേഴ്സ് മൊത്തം ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അടിപൊളിയായിട്ട് വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, വാണി വിശ്വനാഥൊക്കെ തിരിച്ചു വന്നിരിക്കുന്നത് സൂപ്പറുമായിട്ടുണ്ട്. പിന്നെ ഹൃദയത്തിലെ ആ നായിക, പുള്ളിക്കാരത്തിൻ്റെ പേര് ഞാൻ മറന്നു, പിന്നെ വിനീത് കുമാർ, പിന്നെ അങ്ങനെ വന്നിരിക്കണം നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ്. പൊന്നമ്മ ബാബു, എൻ്റെ അമ്മോ, എല്ലാം ഒരു രക്ഷയില്ല. ഒന്നിനൊന്നും വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയതിൽ ശരിക്കും ആഷിക് കപൂറിനെ സമ്മതിച്ചിരിക്കുന്നത്. ഇതിൻ്റെ രചന എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ദിലീഷ് ശ്യാം പുഷ്കരൻ്റെ എഴുത്താണെന്ന് തോന്നുന്നു. സംവിധാനം പ്രൊഡ്യൂസറൊക്കെ ആഷിക് കപൂർ തന്നെയാണ്. വയനാട് നടക്കണ ഒരു സംഭവമാണ് ഇത്. ശരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇതിൻ്റെ ഇത്രയും വരുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഒരു 10% വയനാട് നടക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാം, എനിക്ക് ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താ പറയണമെന്നറിയില്ല. ഇത്രയും ഒരു രസകരമായ ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതിൽ സൂപ്പറുമായിട്ടുണ്ട്. ഇതൊരു മലയാള സിനിമയാണെന്ന് നമ്മൾ ശരിക്കും ഈ സിനിമയൊക്കെ കുറേ കാലം മുന്നേക്ക് ഇറങ്ങിയിരുന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുവാണ്, ഇതൊക്കെ ഒരു മലയാള സിനിമ തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മളൊന്നും ഒരു ദീർഘദൂര സ്വപ്നത്തിൽ പോലും മലയാള സിനിമയിൽ ഇത്രയും വലിയൊരു മാറ്റങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ സൂപ്പറുമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. സൂപ്പർ. ഇതിൻ്റെ ഒരു 2ാം ഭാഗം 3ാം ഭാഗമൊക്കെ ഇറക്കാനുള്ള വകുപ്പുണ്ട്. കാര്യം അത്രത്തോളം ക്യാരക്ടേഴ്സിനവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സൂപ്പർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വില്ലന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംഭവം, അതെല്ലാം വില്ലന്മാർക്ക് കുറച്ചും കൂടി ഒരു ഡോമിനൻസി കൊടുക്കാം എന്ന് എനിക്ക് തോന്നി. അതുമാത്രമാണ് എനിക്കൊരു ഇതായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം സൂപ്പറുമായിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വെടിപ്പാണ്. സൂപ്പർ.